കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. നേതാക്കളെ പ്രതിസ്ഥാനത്തോ സാക്ഷികളായോ ഉൾപ്പെടുത്താതെ കുറ്റപത്രം തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ ഇ.ഡി. അന്വേഷിച്ചത് കൊള്ളയടിക്കപ്പെട്ട പണം എന്ത് ചെയ്തെന്ന് മാത്രം. കേസിൽ തന്റെ മൊഴി എടുത്തില്ലെന്ന് തിരൂർ സതീഷും വെളിപ്പെടുത്തി. കേസിൽ ബി.ജെ.പിയെ വെള്ളപൂശാനാണ് ഇ.ഡി. അന്വേഷണം നടത്തിയതെന്നാണ് CPIM-ന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം ആരോപണ വിധേയരായ കൊടകര കുഴൽപ്പണക്കേസ് ഇ.ഡി. അന്വേഷിച്ചപ്പോൾ കഥയാകെ മാറിമറിഞ്ഞു. കേസിൽ പ്രതിയായോ സാക്ഷിയായോ പോലും ഒരു ബി.ജെ.പി. നേതാവിന്റെ പേര് പോലും കുറ്റപത്രത്തിലില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ബി.ജെ.പി. എത്തിച്ച കള്ളപ്പണമാണ് കൊടകരയിൽ പണം തട്ടിയെടുത്തതെന്ന പോലീസ് കണ്ടെത്തലും ഇ.ഡി. അവഗണിച്ചു. പകരം പുതിയൊരു കഥ ഇ.ഡി. തന്നെ പറയുന്നുണ്ട്. തട്ടിയെടുത്ത പണം ധർമ്മരാജൻ ആലപ്പുഴയിൽ ട്രാവൻകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങാൻ ഡ്രൈവർ ജംഷീറിന്റെ പക്കൽ കൊടുത്തുവിട്ട 3,56,00,000 രൂപയാണെന്നാണ് ഇ.ഡി. കണ്ടെത്തൽ. പണത്തിന് കണക്കുകളുണ്ടെന്ന് കാട്ടി ധർമ്മരാജൻ നൽകിയ രേഖകൾ ഇ.ഡി. ശരിവയ്ക്കുകയും ചെയ്തു. കേസിൽ പ്രതികളായവരെല്ലാം പണം കൊള്ളയടിച്ചവർ മാത്രം. ബി.ജെ.പിയെ വെട്ടിലാക്കി വെളിപ്പെടുത്തൽ നടത്തിയ ബി.ജെ.പി. തൃശൂർ ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷിന്റെ ആരോപണങ്ങളിലും ഇ.ഡി. അന്വേഷണം നടന്നില്ല. കേസുകളിൽ സാക്ഷിയായിരിക്കെ തന്നെ ഇ.ഡി. കണ്ട് മൊഴിയെടുത്തിട്ടില്ലെന്നും ഇ.ഡി. ആർക്കു വേണ്ടിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്നും തിരൂർ സതീഷ് ചോദിക്കുന്നു. 2021 കൊടകര റോബറി കേസിലും ഞാൻ അതിലൊരു സാക്ഷി പട്ടികയിൽ ഒരാളാണ്. ഞാൻ സാക്ഷിയാണ്. ഈ ആളിനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും ഇ.ഡിക്ക് തയ്യാറാവാണ്ട് ഇ.ഡി. ഏത് രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്, ആര് പറഞ്ഞിട്ടാണ് തയ്യാറാക്കിയതൊക്കെ ഇ.ഡിയോട് ചോദിച്ചാൽ തന്നെ കറക്റ്റായിട്ട് അറിയുള്ളൂ. കേസിലെ ഇ.ഡി. കുറ്റപത്രത്തിനെതിരെ CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. ബി.ജെ.പിക്ക് വേണ്ടിയാണ് ഇ.ഡി. കളിച്ചതെന്നും തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കാതെയാണ് കുറ്റപത്രം തയ്യാറാക്കിയതെന്നും CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആരോപിച്ചു. ഈ കേസിൽ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കാതെയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. BJPക്ക് വേണ്ടിയിട്ടാണ് ഇ.ഡി. കളിച്ചത് എന്ന് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രത്തിലെ അവരുടെ അവസാന കുറ്റപത്രത്തിലെ പരാമർശം. ഇ.ഡി. അന്വേഷിച്ചാൽ അങ്ങനെ തന്നെ വരുമെന്നും അതിലൊരു പ്രത്യേകതയും കാണുന്നില്ലെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ഒരു ബി.ജെ.പി. നേതാവ് പോലും പ്രതിസ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇക്കാര്യം ആദ്യം തന്നെ UDF പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇ.ഡി. അന്വേഷിച്ചാലേ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അതിലിപ്പോൾ ഒരു പ്രത്യേകത ഞാൻ കാണുന്നില്ല. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു, അവരുടെ ഏജൻസി അവരന്വേഷിക്കുന്നു. സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പ്രതിസ്ഥാനത്ത് വരുമെന്ന് കരുതിയ ഒരു കാര്യത്തിൽ ഇതിലും വിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പോലീസ് ആരോപിച്ചതുപോലെ അല്ലെങ്കിൽ തിരൂർ സതീഷ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ ഇ.ഡിയുടെ കുറ്റപത്രത്തിന് സാധിക്കില്ല. കൊടകര കുഴൽപ്പണക്കേസിൽ ഇ.ഡി. അന്വേഷിച്ചത് കൊള്ളയടിക്കപ്പെട്ട പണം എന്ത് ചെയ്തെന്ന് മാത്രം. പണം എത്തിയതിന് ധർമ്മരാജൻ നൽകിയ രേഖകൾ കൂടുതൽ അന്വേഷണം നടത്താൻ ഇ.ഡി. തയ്യാറായിട്ടില്ല. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാനോ ആരോപണങ്ങൾ അന്വേഷിക്കാനോ തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, കൊച്ചി.